അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് ദ സെറ്റ്. ഓക്കെ, ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഓൾ വവൽസ് ഇൻ ദ വേർഡ് ഇക്വേഷൻ ഇൻ റോസ്റ്റർ ഫോം. അപ്പോൾ ഇക്വേഷൻ എന്ന വേർഡിലുള്ള വവൽസിൻ്റെ സെറ്റ് റോസ്റ്റർ ഫോമിൽ എഴുതണം. നമുക്കറിയാം വവൽസ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സിലെ വവൽസ് എന്ന് പറയുന്നത് എ, ഇ, ഐ, ഒ, യു. ഇപ്പോൾ ഇക്വേഷൻ എന്നുള്ള വേർഡിൽ ഏതൊക്കെ വവൽസ് ഉണ്ടെന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ സെറ്റ് വരിക. ഫസ്റ്റ് സബ് ക്വസ്റ്റ്യനിൽ സെറ്റ് ഇ, നമുക്ക് ഓരോ ലെറ്ററായി നോക്കാം. ഇ വവലാണ്, ഇപ്പോൾ ഇ. ക്യു വവലല്ല, ഇപ്പോൾ യു വവലാണ്. എ വവൽ, ടി അല്ല, ഐ വവൽ, ഒ വവൽ. ഓക്കെ, ഇപ്പോൾ ഇ, യു, എ, ഐ, ഒ, ഇതാണ് ഈ സെറ്റ് വരിക. അങ്ങനെ അതിൽ എ, ഇ, ഐ, ഒ, യു എന്ന ഓർഡറിൽ എഴുതിയാലും ശരി തന്നെയാണ്. അങ്ങനെ എല്ലാ വവൽസും ഉണ്ട് ഇവിടെ. ഓക്കെ, രണ്ടാമത്തെ സബ് ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് റെസിപ്രോക്കൽസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ വിൽക്രമം അല്ലേ, 3ൻ്റെ വിൽക്രമം എന്ന് പറഞ്ഞാൽ 1/3. ഓക്കെ, ഇപ്പോൾ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സെറ്റ് സെറ്റ് ബിൽഡർ ഫോമിലാണ് എഴുതേണ്ടത്. ഓക്കെ, നമുക്കറിയാം നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് എന്ന് പറയുന്നത് ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ഈസ് ഗിവൺ ബൈ n = സെറ്റ് 1, 2, 3, ഓക്കെ എക്സെട്ര. ഇനി അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സെറ്റ് ആദ്യം നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതാം. ദ ഗിവൺ സെറ്റ് ക്യാൻ ബി റിട്ടൺ ആസ്, ഗിവൺ സെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സെറ്റ്. ഓക്കെ, സെറ്റ് 1ൻ്റെ റെസിപ്രോക്കൽ 1/1, 2ൻ്റെത് 2/2, 1/2, 3 1/3, ഇങ്ങനെ പോകും. ഓക്കെ, പക്ഷേ നമുക്കിതിനെ സെറ്റ് ബിൽഡർ ഫോമിലാണ് എഴുതേണ്ടത്. അപ്പോൾ സെറ്റ് ബിൽഡർ ഫോം ഈസ് സെറ്റ് ഓഫ് ഓൾ എക്സ് അല്ലേ, അതാണല്ലോ സെറ്റ് ബിൽഡർ ഫോമിൻ്റെ രീതി. സച്ച് ദാറ്റ്, ഇനി എക്സ് എന്താണെന്ന് പറയണം. ഇനി ഇത് തന്നെ പല രീതിയിൽ എഴുതാം. ഒരു സെറ്റ് ബിൽഡർ ഫോം എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു യുണീക്ക് വേ എന്നുള്ള രീതിയിലല്ല, പല രീതിയിൽ എഴുതാം. ഇപ്പോൾ ഒരു രീതി എന്ന് പറയുന്നത് എക്സ് = 1/n എന്ന് പറയുന്നത്, 1/n എന്ന് പറയുന്നു. n എന്ന് പറയുന്നത് അവിടെ എന്താണെന്ന് കൃത്യമായി പറയണം. n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. ക്യാപിറ്റൽ N എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ്. ഓക്കെ, നോക്കൂ, ഇവിടെ നിങ്ങൾ ഫസ്റ്റ് നാച്ചുറൽ നമ്പർ 1 ആണ്, അപ്പോൾ n 1 കൊടുത്താൽ 1/1, അപ്പോൾ x 1/1. ഇനി രണ്ടാമത്തെ നാച്ചുറൽ നമ്പർ 2, അപ്പോൾ 1/2. ഇതാ അത് തന്നെയല്ലേ ഇവിടെ വരുന്നത് 3, 1/3. ഓക്കെ, അങ്ങനെ പോകും. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ സെറ്റ് ബിൽഡർ ഫോമിൽ വരിക. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ദ സെറ്റ് ഓഫ് ഓൾ റിയൽ നമ്പേഴ്സ് ബിറ്റ്വീൻ 3 and 10 ഇൻ സെറ്റ് ബിൽഡർ ഫോം. 3ൻ്റെയും 10ൻ്റെയും ഇടയ്ക്കുള്ള എല്ലാ റിയൽ നമ്പേഴ്സിൻ്റെയും സെറ്റ്. റിയൽ നമ്പേഴ്സ് എന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞു, അതൊരു ഇൻഫിനിറ്റ് സെറ്റാണ്. 3ൻ്റെ 10ൻ്റെ ഇടയ്ക്ക് പറഞ്ഞാൽ 3യും 10 ഇല്ല. പക്ഷേ ഇത് നമുക്ക് അറിയാം റോസ്റ്റർ ഫോമിൽ എഴുതാനും പറ്റില്ല. അല്ല 3ൻ്റെ തൊട്ട് അടുത്ത റിയൽ നമ്പർ ഏതാണെന്ന് നമുക്കറിയില്ല. 3ൻ്റെ അപ്പുറമാണ് 3.1. പക്ഷേ 3ൻ്റെ 3.1ൻ്റെ അടുത്ത് 3.01 ഉണ്ട്. അങ്ങനെ ഇൻഫിനിറ്റ് ആയിട്ട് ഉള്ളിലേക്ക് പോകും. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരിക്കലും റോസ്റ്റർ ഫോമിൽ എഴുതാൻ ഇത് പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ സെറ്റ് ബിൽഡർ ഫോം വരിക, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് എന്താണെന്ന് പറയണം. ഓക്കെ, 3 < x < 10. അങ്ങനെ എക്സ് എന്ന് പറയുന്നത് 3 < x, അല്ലെ തിരിച്ചു പറഞ്ഞാൽ എക്സ് > 3. എക്സ് എന്ന് പറയുന്നത് 3നേക്കാളും കൂടുതൽ, 10നേക്കാളും കുറവ്. ഓക്കെ, ഇങ്ങനെ പറഞ്ഞാൽ മതി. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ എക്സ് എന്താണെന്ന് ഒന്നും പറഞ്ഞിട്ടില്ല. വേണമെങ്കിൽ x ബിലോങ്സ് ടു r എന്ന് പറയാം, കാരണം റിയൽ നമ്പേഴ്സിൻ്റെ സെറ്റിന് r എന്നുള്ള ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നത്. പക്ഷേ ഒരു കാര്യം അണ്ടർസ്റ്റുഡ് ആണ്, നമ്മൾ ഒരു റിയൽ നമ്പേഴ്സിൻ്റെ കേസിൽ എക്സ് എന്നുള്ളത് എന്താണെന്ന് പറയുന്നില്ലെങ്കിൽ ആ എക്സ് എന്ന് പറയുന്നത് ഏറ്റവും വലിയ സെറ്റായിട്ടുള്ള റിയൽ നമ്പേഴ്സ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഇവിടെ റിയൽ നമ്പേഴ്സ് ആയതുകൊണ്ട് പ്രത്യേകം പറയണമെന്നില്ല. വേണമെങ്കിൽ x ബിലോങ്സ് ടു r എന്ന് എഴുതിയാലും തെറ്റില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 4, റൈറ്റ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ സെറ്റ് ബിൽഡർ ഫോം. ഓക്കെ, സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതണം. അപ്പോൾ ഇവിടെ റോസ്റ്റർ ഫോമിലാണ് തന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ പ്രത്യേകത കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സബ് ക്വസ്റ്റ്യൻ, a = സെറ്റ് 14, 21, 28, 35, 42, etc. 98. അപ്പോൾ എന്താ ഇതിൻ്റെ പ്രത്യേകത വരിക? അത് നിങ്ങളുടെ ഒബ്സർവേഷൻ, ഒരു നിരീക്ഷണത്തിൽ കൂടെ നിങ്ങൾ കണ്ടുപിടിക്കണം. ഒരു കാര്യം ശ്രദ്ധിച്ചാൽ ഇതിലുള്ള നമ്പേഴ്സൊക്കെ 7ൻ്റെ ഗുണിതങ്ങളാണ്. ഇതാ 14, 21, നോക്കൂ 7 കൂട്ടിപ്പോകുന്നതല്ലേ, അതിൻ്റെ അർത്ഥം തന്നെ അത് 7ൻ്റെ ഗുണിതങ്ങളാണ്. ഓക്കെ, പക്ഷെ എല്ലാ 7ൻ്റെ ഗുണിതം ഉണ്ടോ? ഇല്ല. അപ്പം നമ്മളത് കൃത്യമായി പറയണം. നമ്മളൊരു സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ അതിലുള്ള എലമെൻസിനൊക്കെ ശരിയാവുന്നതും ഓക്കെ അല്ല അതിന് മാത്രം ശരിയാവുന്ന പ്രത്യേകതയാണ് എഴുതേണ്ടത്. ഓക്കെ, ഇപ്പോൾ സെറ്റ് 1, 2, 3, 6 എന്നുള്ളത് സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുമ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ ഫാക്ടർ ഓഫ് 12 എന്ന് എഴുതിയ തെറ്റാണ്. കാരണം 1ഉം 2ഉം 3ഉം 6ഉം 12ൻ്റെ ഫാക്ടറാണ്, ശരിയാണ്. പക്ഷേ 12ൻ്റെ എല്ലാ ഫാക്ടറും ഈ സെറ്റിൽ ഇല്ലല്ലോ. അതേപോലെ ഇതിന് മാത്രം ശരിയാവുന്ന പ്രത്യേകത വെച്ചാണ് നമ്മൾ എഴുതേണ്ടത്. നോക്കാം. അപ്പോൾ ഹിയർ ദ നമ്പേഴ്സ് ഇൻ ദ സെറ്റ് ആർ മൾട്ടിപ്പിൾസ് ഓഫ് 7 അല്ലേ.
എ ഈക്വൽ ടു, പക്ഷേ എല്ലാ മൾട്ടിപ്പിളും ഇല്ല അല്ലേ, 7 ഇൻറ്റു 1 ഫസ്റ്റ് മൾട്ടിപ്പിൾ ഇല്ലല്ലോ. അപ്പോൾ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എൻ അല്ലേ. ഇതൊക്കെ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. എക്സ് ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 7. ഇനി എങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആണെന്ന് പറയണം അല്ലേ. എക്സ് എന്ന് പറയുന്നത് 7 കൂടുതലും അല്ലേ, 98 കുറവോ, 98 ഉണ്ടല്ലോ, അതുകൊണ്ടാണ് എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 98 എന്ന് പറയുന്നത്. ഇനി അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ 100 എന്ന് പറയാം, 100 കുറവായിട്ടുള്ള 7ൻ്റെ മൾട്ടിപ്പിൾ ഗ്രേറ്റർ ദാൻ 7, 7 കൂടുതലും. ഓക്കെ. ഇനി അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേറെ രീതിയിൽ പറയാം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സെറ്റിനെ സെറ്റ് ബെറ്റർ ഫോമിൽ എഴുതുമ്പോൾ അത് ഒരൊറ്റ വിധത്തിലല്ല, നമുക്ക് പല രീതിയിൽ എഴുതാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഇത് മറ്റൊരു രീതിയിൽ ഇങ്ങനെ പറയാം, എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 7n. എന്താ 7 എന്ന് പറഞ്ഞാൽ 7 ഇൻറ്റു n, 7ൻ്റെ മൾട്ടിപ്പിളാണ്. പക്ഷേ n എന്താണെന്ന് പറയണം, 7ൻ്റെ എല്ലാ മൾട്ടിപ്പിളും ഇല്ലല്ലോ. n ഈസ് എ നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 1 and 15. 1ൻ്റെയും 15ൻ്റെ ഇടക്ക്, 1ൻ്റെ 15ൻ്റെ ഇടക്ക് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ നമ്പർ 2 ആണ് n-ൻ്റെ വാല്യൂ. അപ്പോൾ 2 ഇൻറ്റു 7 14 ശരിയല്ലേ. 3 കൊടുത്തു, 3 ഇൻറ്റു 7 21 ശരിയല്ലേ. 4 കൊടുത്തു, 4 ഇൻറ്റു 7 28. n എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിനെയാണ് പൊതുവെ ഡിനോട്ട് ചെയ്യുക. അത് തുടർച്ചയായി ഇങ്ങനെ പോകും. ഇനി 15 കുറവ് എന്ന് പറഞ്ഞാൽ 14, 7 ഇൻറ്റു 14 അത് 98 ആണ് അല്ലേ. ഇങ്ങനെ എഴുതാം. ഇനി അല്ലെങ്കിൽ ഇവിടെ എന്ത് എഴുതാം, n ബിലോങ്സ് ടു n, 1 ലെസ് ദാൻ n ലെസ് ദാൻ 15 അങ്ങനെ എഴുതാം. അപ്പോൾ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമുക്ക് സെറ്റ് ബെറ്റർ ഫോം പല രീതിയിൽ എഴുതാം. രണ്ടാമത്തെ സെറ്റ് ബി ഈക്വൽ ടു 53, 59, 61, 67, 71, 73, 79, 83, 89, 97. ഞാനിത് മുഴുവനായിട്ട് വായിക്കാൻ കാരണമുണ്ട്, കാരണം ഇതൊരു പ്രത്യേക ഓർഡറിലൊന്നല്ല ഉള്ളത്. ഇതിവിടെ 6 കൂടി 2 കൂട്ടി 6 കൂട്ടി 4 കൂട്ടി എന്ന് പറഞ്ഞാൽ ഇതൊരു ഗുണിതമൊന്നുമല്ല. പിന്നെ എന്താ ഇതിൻ്റെ പ്രത്യേകത? ഇപ്പോൾ നമുക്കറിയാം ഇതൊക്കെ പ്രൈം നമ്പേഴ്സാണ്. ഓക്കെ, ഇതൊക്കെ പ്രൈം മീൻസ് അഭാജ്യ സംഖ്യകളാണ് അല്ലേ. മാത്രം എല്ലാ അഭാജ്യ സംഖ്യകളും ഇല്ലല്ലോ. 50ന് മുകളിലാണ് ഇതിലുള്ളത്. 50ന് മുകളിലുള്ള ആദ്യത്തെ പ്രൈം നമ്പർ 53 ആണ്. ഇതൊക്കെ പ്രൈമാണ്. പിന്നെ 100 കുറവുള്ള പ്രൈം നമ്പർ 97 ആണ്. ചുരുക്കി പറഞ്ഞാൽ ഇത് 50ൻ്റെയും 100ൻ്റെയും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സാണ്. നേരത്തെ നമ്മളൊരു ക്വസ്റ്റ്യനിൽ 100ൽ കുറവായിട്ടുള്ള പ്രൈം നമ്പേഴ്സ് ലിസ്റ്റ് ചെയ്തിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ട്, അതിൻ്റെ എണ്ണവും ചോദിച്ചിരുന്നു. അത് 25 എണ്ണമാണെന്ന് കണ്ടു. ഇവിടെ നിങ്ങൾക്ക് കാണാം 10 എണ്ണമാണ് ഉള്ളത്. ഓക്കെ, പേ എന്നുള്ള സെറ്റ് അപ്പോൾ ബി എന്നുള്ള സെറ്റ് 53. ഓക്കെ, അത് പറഞ്ഞു. സെറ്റ് ബെറ്റർ ഫോം വരിക ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ആൻഡ് എക്സിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 50ൽ കൂടുതലും 100ൽ കുറവും. അതാണ് എഴുതിയത്. 50 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 100. ഓക്കെ, അപ്പോൾ ഇത് ഓർമ്മിക്കുക, 50ൻ്റെയും 100ൻ്റെ ഇടയ്ക്ക് 10 പ്രൈം നമ്പേഴ്സാണ് ഉള്ളത്. നേരത്തെ നമ്മൾ കണ്ട് 1ൻ്റെയും 100ൻ്റെ ഇടയ്ക്ക് 25 എണ്ണമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും 1ൻ്റെയും 50ൻ്റെ ഇടയ്ക്ക് 15 എണ്ണം ഉണ്ടാവും. ആ ഒരെണ്ണം ഓർമ്മിച്ച് നോക്കുന്നത് നന്നായിരിക്കും. ഓക്കെ.